Hi friends, Assalamualaikum. Welcome back to Fayhas Media. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ടേസ്റ്റിയാണ്. നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ ഒരുപാട് കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കെച്ചപ്പാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കാലം നമുക്കിത് കേടുവരാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാൻ ഇതിൽ വെള്ളം ഉപയോഗിക്കണില്ല. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൊമാറ്റോയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഈ തക്കാളി കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ച് കാലം തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നമ്മളിത് വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം ഇറങ്ങി എത്ര നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു പെർഫെക്റ്റ് മെത്തേഡാണിത്. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെള്ളം ഇറങ്ങി വരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പിനായിട്ട് നിങ്ങൾക്ക് കിട്ടും. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല കളറിലുള്ള ടൊമാറ്റോ കെച്ചപ്പിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഈ ഹോം മെയ്ഡ് ആയിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഹോം മെയ്ഡ് ആയിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ തക്കാളി നന്നായിട്ട് വാഷ് ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നമ്മൾ തക്കാളി തിരഞ്ഞെടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് വേണം നമ്മളിതിന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, സ്കിന്നൊക്കെ മാറ്റിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് പട്ട, 3 ഗ്രാമ്പൂ, ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗറും ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും വേണം. അത് നമുക്ക് ഇനി കുക്ക് ചെയ്തെടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഈ ടൊമാറ്റോ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ വെള്ളം ചേർക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ ഈ ഒരു തക്കാളിയുടെ ഈ ഒരു നീരിൽ ഇത് കുക്ക് ചെയ്ത് വരണം. അപ്പോഴാണ് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് കാലമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ വെള്ളം ചേർത്തിട്ട് വേവിച്ച് പിന്നെ അത് വെള്ളം വറ്റിച്ചെടുക്കുന്നതിൽ നല്ലത് നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മൾ ഒട്ടും ഇതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ആവശ്യത്തിനധികം ഇതിലിപ്പോൾ വെള്ളം ഉണ്ട്. ഈ ഒരു തക്കാളിയുടെ ഈ ഒരു നീരിൽ തന്നെ കിടന്ന് കുക്ക് ചെയ്യുമ്പോൾ അത് കുക്കായി വരുമ്പോഴാണ് നമ്മുടെ കെച്ചപ്പ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതുപോലെ നമുക്കിത് ഫ്രിഡ്ജിൽ കുറച്ചധികം കാലം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഒന്ന് കുക്കാവാണ്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് സ്മാഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഈ ടൊമാറ്റോൻ്റെ നീരന്നെ ഉണ്ട്. ഇത് ആവശ്യത്തിന് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഇത് കുക്കായി ആ തക്കാളിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആ വെള്ളം കൊണ്ട് തന്നെ നമ്മളിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. നന്നായിട്ട് സ്മാഷായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെക്കണം. ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ചൂടാറിയതിന് ശേഷം മാത്രം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ കുക്ക് ചെയ്തിട്ടുള്ള ടൊമാറ്റോ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. കാരണം നന്നായിട്ട് പേസ്റ്റായി വന്നിട്ടുണ്ട് ഇത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഈ അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അതിപ്പോൾ ഇങ്ങനെ അരിച്ചെടുത്തപ്പോൾ ഇതിന്റെ കുരുകളുണ്ട്, കുരുവും അതുപോലെ തന്നെ സ്കിന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും പെടാത്ത രീതിയിൽ വേണം നമ്മൾ നന്നായിട്ട് അരച്ചിട്ട് പേസ്റ്റ് ആക്കിയതിന് ശേഷം ഇങ്ങനെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഫൈനായിട്ടുള്ളൊരു പേസ്റ്റ് നമുക്ക് കിട്ടും, ടൊമാറ്റോ പേസ്റ്റ്. കണ്ടതൊക്കെ അതിൻ്റെ വേസ്റ്റാണ്. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം.
ഞാനിപ്പോൾ നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഒട്ടും തരിയില്ലാതെ തന്നെ നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട്. സ്മൂത്തായിട്ടുള്ള പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സോസാക്കിയിട്ട് മാറ്റിയെടുക്കുക എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ എരിവുള്ള മുളക് പൊടി ചേർക്കരുത്. ഈ കാശ്മീരി ചില്ലി ആകുമ്പോൾ നല്ലൊരു റെഡ് കളറും ഉണ്ടാവും, ചെറിയൊരു എരിവും ഉണ്ടാവും. അപ്പോൾ നമുക്ക് കാശ്മീരി ചില്ലി ഒരു 1/4 ടീസ്പൂണ് ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര. അപ്പോൾ ഇത് ചിലർക്ക് ഇത് അത്രാണ്ട് സ്വീറ്റ് ആയിട്ടുള്ളത് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് മധുരം അതിനനുസരിച്ച് നോക്കിയതിന് ശേഷം മാത്രം ചേർക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ആക്കാം. പിന്നെ അടുത്തതായിട്ട് ചേർക്കുന്നത് 2 ചെറിയുള്ളി, ചെറിയൊരു മീഡിയം സൈസിലുള്ള 2 ചെറിയുള്ളി, പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് പട്ട, 3 ഗ്രാമ്പു. ഇത്രയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ലാസ്റ്റ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റും. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അത് ചേർത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് നമുക്ക് സോസൊക്കെ ആയി വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പൊ ആ കാശ്മീരി ചില്ലി ഒക്കെ ഇട്ടപ്പോൾ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കണില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതിൽ വിനീഗർ ചേർത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് കൂടുതൽ നാൾ നമുക്ക് കേടുവരാതിരിക്കുള്ളൂ. വിനീഗർ ചേർക്കാതെ ഉണ്ടാക്കാം, പക്ഷെ അപ്പോൾ ഈ ടൊമാറ്റോ കെച്ചപ്പ് പെട്ടെന്ന് തന്നെ നാശമായി പോകും. അപ്പോൾ ഇതിൻ്റെ പുളിയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. ടൊമാറ്റോൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം വിനീഗർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇതൊന്നും ഇങ്ങനെ പൊട്ടി തുടങ്ങും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, കൈയൊന്നും പൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കുറച്ച് അടിഭാഗം താഴ്ചയുള്ള ഒരു പാത്രത്തിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ വല്ലാതെ പുറത്തേക്ക് അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് പോകില്ല. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഒന്നാകെ തെറിച്ച് പോകും, കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മുടെ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വര വരച്ചാൽ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാത്തൊരു രീതിയിലാണ്, ഈ ഒരു ടെക്സ്ചറിലാണ് ഇത് ആവേണ്ടത്. കുറച്ചുകൂടെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഒരു ഡ്രോപ്പ് ഇട്ടാല് അതിങ്ങനെ ഒലിച്ചിറങ്ങാത്ത പോലെ, കണ്ടോ, ഇങ്ങനെ ഒലിച്ചിറങ്ങാത്ത മാതിരി ആവണം. അതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. ഒരു ഗ്ലാസിന്റെ കണ്ടെയ്നറിലൊക്കെ സൂക്ഷിച്ചു വെക്കണം നല്ലത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് എടുക്കുമ്പോൾ സ്പൂണൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്പൂൺ ആവണം, ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ആവാൻ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചു കാലം കേടുവരാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസ് നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കി വെക്കാൻ പറ്റും, പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ തന്നെ. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ, ഇപ്പോൾ ഇതിൽ ഈ ഓണിയൻ്റെ ഒന്നും ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം. സിനമണും പിന്നെ അതുപോലെ തന്നെ ഗ്രാമ്പൊക്കെ ഇട്ടിട്ട് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതിൽ നേരത്തെ ഇട്ടിരുന്ന ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇട്ടിരുന്ന പട്ടയും ഗ്രാമ്പും ഒക്കെ ഞാൻ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മളതൊക്കെ റിമൂവ് ചെയ്യണം, എടുത്ത് കളയണം നമ്മൾ. പിന്നെ ഇത് സൂക്ഷിച്ച് വെക്കുമ്പോൾ എന്താണ്, നമ്മൾ ഈ ടൊമാറ്റോ കെച്ചപ്പൊക്കെ എടുക്കുന്ന പോലത്തെ സ്ക്യൂസ് ചെയ്യുന്ന ഒരു പാത്രത്തിലോ അങ്ങനത്തെ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ എയർ ടൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിലൊക്കെ നമ്മൾ സൂക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് തൊട്ട് താഴെയുള്ള റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.